മറ്റൊരു വാർത്ത എത്തുന്നത് പത്തനംതിട്ട പേഴുംപാറയിൽ വീടിന് തീയിട്ട കേസിലെ പ്രതികൾ അറസ്റ്റിൽ. റാന്നി വരവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുനിത, പുതുശ്ശേരിമല സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. സന്തോഷ്, എങ്ങനെയായിരുന്നു ഈ സംഭവം? ഇപ്പോൾ ഇവർ എങ്ങനെ പിടിയിലായിരിക്കുന്നു? ഫിജി, ഏതാണ്ട് ഒരു 1.5 ആഴ്ച മുമ്പാണ് ഈ വീടിന് പേഴുംപാറയിലുള്ള റാന്നി പെരുനാട് പേഴുംപാറയിലുള്ള വീടിന് തീ വെച്ച സംഭവം ഉണ്ടായത്. ഗൃഹനാഥന്റെ വീടിന് തീ വെച്ച ഒരു സംഭവം ഉണ്ടായത്. അന്ന് നമ്മളടക്കം വാർത്തകൾ ചെയ്തത് അജ്ഞാതരായിട്ടുള്ള ആൾക്കാർ വീടിന് തീ വെച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ്. മുറ്റത്തുണ്ടായിരുന്ന ബൈക്കും അന്ന് കത്തി നശിച്ചിരുന്നു. രാജ്കുമാർ എന്ന ആളുടെ വീടിനായിരുന്നു അന്ന് തീ വെച്ചിരുന്നത്. അതിനെ തുടർന്ന് പോലീസിന്റെ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ റാന്നി സ്വദേശിയായ സുനിതയും അതോടൊപ്പം തന്നെ പുതുശ്ശേരി മല സ്വദേശിയായ സതീഷ് കുമാറും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇവർ തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നു. ആ മുൻപരിചയത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ഇവർ വ്യക്തിവൈരാഗ്യമുണ്ടായി. ആ വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് ഇവരെ നയിച്ചത്. ഇതിൽ സുനിതയുമായി ഈ ഗൃഹനാഥൻ രാജ്കുമാറിന് അടുപ്പമുണ്ടായിരുന്നു. അത് ഏതു തരത്തിലാണ് വഷളായത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും തുടർന്ന് ഇരുവരും ചേർന്നുകൊണ്ട് റാന്നിയിൽ നിന്നും ഭക്ഷണപ്പൊതി വാങ്ങി രാജ്കുമാറിന്റെ വീട്ടിലെത്തി വളർത്തു നായ്ക്ക് ആ ഭക്ഷണം നൽകി അതിനെ അനുനയിപ്പിച്ച ശേഷമാണ് വീടിനും അതുപോലെ തന്നെ മുറ്റത്തുണ്ടായിരുന്ന വാഹനത്തിനും തീയിട്ടത്. എന്തായാലും ഇരുവരെയും പോലീസ് ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളതോ അതല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല. പോലീസ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഇതിനു മുമ്പും രാജ്കുമാറിന്റെ വീട്ടിൽ കാറിന് തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും ചെയ്തത് ഇവർ തന്നെയാണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇരു പ്രതികളെ പിടിച്ച സാഹചര്യത്തിൽ അജ്ഞാതർ എന്നുള്ള അത് മാറി പ്രതികളെ കൃത്യമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ശരി, സന്തോഷ്.